എല്ലാവർക്കും നമസ്കാരം. ഈ വേദി സുപരിചിതമായൊരു വേദിയാണ്. ആ വശത്തിരുന്ന് മാത്രമേ പരിചയമുള്ളൂ ഈ വേദിയിൽ. ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ സത്യത്തിൽ ഇങ്ങനെ ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷം വേദിയിലൊരു മാർഗം ചെയ്തതിന് ശേഷം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും സോദരത്വൻ എന്ന വാക്ക് ആദ്യം ഇങ്ങനൊരു കച്ചേരി ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം ഇട്ട പേരല്ല. ഉമ്മ ചേച്ചി ഞാൻ പരിചയപ്പെട്ട് ഞങ്ങൾ ഇങ്ങനത്തെ വിഷയങ്ങൾ, ഇങ്ങനത്തെ പ്രമേയങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ എൻ്റെ കാണികൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഈ ആവിഷ്കാരം എന്നിലെ ഏറ്റവും ആദ്യം അൻപോടെ എനിക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന വാക്ക് സോദരത്വനെയാണ്. അതങ്ങനെ വന്നു പോയതാണ്, അല്ലാതെ പേര് അല്ല ആദ്യം ഉണ്ടായത്. സോദരത്വനയ്ക്കപ്പുറം ഒരു വാക്ക് എൻ്റെ മനസ്സിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അച്ഛനും അമ്മയ്ക്കും നന്ദി പറഞ്ഞാൽ അത് വെറും ഭംഗി വാക്കായി പോവും. ചെറിയ പ്രായത്തിൽ നൃത്തം അഭ്യസിക്കുന്ന അവസരങ്ങൾ ഒരു പ്രിവിലേജാണ്. എനിക്ക് അങ്ങനെ അവസരമില്ലാത്ത സുഹൃത്തുക്കളെ എനിക്കറിയാം, അങ്ങനെയുള്ള മനുഷ്യരെ എനിക്കറിയാം. പാഷൻ്റെ പുറകിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നൃത്തം അഭ്യസിക്കുന്ന അല്ലെങ്കിൽ കലകൾ അഭ്യസിക്കാനായി പോകുന്ന മനുഷ്യർ. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് ഒരു പ്രിവിലേജാണ്. ആ പ്രിവിലേജിൽ തന്നെയാണ് ഞാനും വളർന്നു വന്നത്. അപ്പോൾ നന്ദി പറഞ്ഞാൽ, അച്ഛനും അമ്മയ്ക്കും നന്ദി പറഞ്ഞാൽ അത് ഭംഗിവാക്ക് മാത്രമാണ്. എൻ്റെ ഗുരു ഉമാ ഗോവിന്ദ്, എന്നോട് പലരും ചോദിക്കും ടീച്ചറിനെ ചേച്ചിന്നാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കും. ഷീസ് എ വെരി വെരി ഗുഡ് ഫ്രണ്ട്. ആദ്യം ഗുരുവിലൊരു വലിയ സുഹൃത്തിനെയാണ് ഞാൻ കണ്ടത്. ചേച്ചിയുടെ ഇപ്പോഴത്തെ ഒരു ശാരീരിക അവസ്ഥയിൽ ഒത്തിരി സ്ട്രെയിൻ എടുത്താണ് എനിക്ക് ക്ലാസ്സുകൾ തന്നത്. എല്ലാ ദിവസവും ഒഴിവില്ലാതെ എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ ഫാമിലി, പ്രശാന്തേട്ടൻ, അച്ഛൻ, അമ്മ, ചിപ്പു, എല്ലാവർക്കും എനിക്ക് നന്ദി പറയണം. നിങ്ങളുടെ ഐക്യദാർഢ്യം എൻ്റെ ഈ ഒരു അവതരണത്തിന് വലിയ പങ്ക് വെച്ചിട്ടുണ്ട്. ഒത്തിരി നന്ദി. സൂര്യ സ്റ്റേജ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള, എനിക്ക് കുറച്ച് പേരൊക്കെ കാണാം സുഹൃത്തുക്കളെ, ഞങ്ങളൊക്കെ വലിയ ആർട്ടിസ്റ്റുകളെ കണ്ടു വളർന്നത് കൃഷ്ണമൂർത്തി സാർ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നപ്പോഴാണ്. അങ്ങനെ വലിയ ആർട്ടിസ്റ്റുകളെ കണ്ടും കേട്ടും അറിഞ്ഞും വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അവിടെ നിന്ന് മാത്രം കണ്ടിട്ടുള്ള ഒരു വേദിയാണിത്. വലിയ ആർട്ടിസ്റ്റുകൾ നൃത്തം ചെയ്തിട്ടുള്ള ഒരു വേദിയാണ്. ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. കൃഷ്ണമൂർത്തി സാറിന് നന്ദി പറയുന്നു. മുഖ്യ അതിഥികളായി ഇന്നത്തെ ഈ ദിവസം രാജശ്രീ ടീച്ചറും സിദ്ദീഖ് സാറും വന്നതിൽ ഒത്തിരി സന്തോഷം. എൻ്റെ കല, എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന നർത്തകിയുടെ മുന്നിൽ എനിക്ക് നൃത്തം ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒത്തിരി സന്തോഷം. സിദ്ദീഖ് മാഷ് ഗുരുവിൻ്റെ വഴിയിൽ ഞാൻ കണ്ടെത്തിയ വെളിച്ചമാണ്. മാഷ് പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ ഉള്ളിൽ നിന്ന് കേട്ടു, നിറഞ്ഞു. ജിഷ്ണുവിനും ഫാമിലിക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, സഖാക്കൾക്കും, എക്സ് മിനിസ്റ്റർ MLA കടകംപള്ളി സുരേന്ദ്രൻ സഖാവിനും മറ്റു പ്രിയപ്പെട്ട സഖാക്കൾക്കും, ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണക്റ്റഡായി ഇന്ന് ഈ പ്രോഗ്രാം കാണാൻ എത്തിച്ചേരും എന്നോട് പറഞ്ഞ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒത്തിരി സ്നേഹം. ഇന്നത്തെ ഈ ദിവസം കുറച്ച് സമയം മാറ്റിവെച്ച് ഇവിടേക്ക് വന്ന് നിങ്ങളും കലാകാരോടൊപ്പം നിൽക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നിങ്ങളില്ലെങ്കിൽ, ആസ്വാദനമില്ലെങ്കിൽ കലയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവരോട് ഞങ്ങൾ ഒത്തിരി ഇപ്പോൾ ഒരു ടീം വർക്കാണ് സോദരത്വനെ സംബന്ധിച്ച്. KB ഗണേഷ് സർ ഒത്തിരി സീനിയർ ആയിട്ടുള്ള ഒരു മൃദംഗിസ്റ്റാണ്. ശ്രീ ഗിന്നസ് മുരളി നാരായൺ വളരെ സീനിയറായ ഒരു ആർട്ടിസ്റ്റാണ്. നിങ്ങളോടൊപ്പം ഒക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അന്നപൂർണ്ണ, I think you are the most charming vocalist I've ever seen on stage.
താങ്ക് യു സോ മച്ച് വിഷ്ണു. ഞങ്ങൾ ബാച്ച്മേറ്റ്സ് ആയിരുന്നു, എൻ്റെ അടുത്ത സുഹൃത്താണ്. ഐ എം സോ ഹാപ്പി ആഫ്റ്റർ ലോങ് ടൈം. ഈ കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്ത ശിവൻകുട്ടി ചേട്ടൻ, മേക്കപ്പ് ചെയ്ത അരുൺ മാഷ്, എല്ലാവർക്കും നന്ദി പറയുന്നു.